നല്ല വിശന്നിരുന്നപ്പോൾ ഒരു ബീഫ് ബിരിയാണി കഴിക്കാനായിട്ട് തോന്നി. അപ്പോൾ ഒരു ബീഫ് ബിരിയാണിയായിട്ട് ഓർഡർ ചെയ്ത്. പിന്നെ ഒരു 20 മിനിറ്റിൻ്റെ കാത്തിരിപ്പാണ്. 232 രൂപയാണ് ഈ ഒരു ബീഫ് ബിരിയാണിക്ക് ആയത് കേട്ടോ. അങ്ങനെ സാധനം വന്ന് ഗൈസ്. അപ്പോൾ നമുക്ക് കഴിപ്പ് തുടങ്ങാം. കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടാവും സാധനം അറിയണമല്ലോ. നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ കഴിക്കുന്ന പ്ലേറ്റ് ഇതേ ഇച്ചിരി വലിപ്പമുള്ള പ്ലേറ്റാണ് കേട്ടോ. ഞാൻ ഇതിൽ ഫുഡ് കഴിക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇതിനകത്ത് ഒരു അച്ചാറുണ്ട് കേട്ടോ. ഏതോ ഒരു കമ്പനിയുടെ അച്ചാർ, ഗുൾസാർ എന്ന് പറയുന്ന ഒരു അച്ചാർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് കച്ചമ്പറൊക്കെയാണ്. പിന്നെ നമ്മുടെ മെയിനായിട്ടായിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് കച്ചമ്പർ എടുത്ത് ഇതിലേക്ക് ഇടാം. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഇട്ടാൽ ക്വാളിറ്റി ഉണ്ടോ എന്ന് നമുക്ക് കഴിച്ചാലല്ലേ അറിയാൻ പറ്റുള്ളൂ. നല്ല ക്വാണ്ടിറ്റിയിൽ കച്ചമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബിരിയാണിയുടെ പാത്രം ഒന്ന് പൊട്ടിക്കാം ഗൈസ്. നല്ല വായിലിങ്ങനെ വെള്ളം ഊറുന്നുണ്ട് കേട്ടോ. നമുക്കിത് പൊട്ടിച്ച് നോക്കാം. വാവ്, നൈസ്. ഇനി നമുക്കിതിലേക്ക് കൊട്ടി കൊടുക്കാം ഗൈസ്. നമ്മളതിലേക്ക് കൊട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് ബീഫ് ബിരിയാണി കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുപോലുള്ള ഒരു പീസും ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത 2 വലിയ പീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് അച്ചാറുണ്ട്. അച്ചാർ ഞാൻ ഇപ്പോൾ കഴിക്കുന്നില്ല. നമുക്ക് എന്തായാലും കഴിച്ചുകൊണ്ട് തുടങ്ങാം. ഇത് അച്ചാർ ഇച്ചിരി ഞാനവിടെ തോമ്പിയിട്ടുണ്ട് കേട്ടോ. കഷ്ണം എന്നൊക്കെ പറഞ്ഞാൽ നല്ല സോഫ്റ്റ്നെസ് എന്നൊക്കെ ചോദിച്ചാൽ അത്ര വലിയ സോഫ്റ്റ്നെസ് ഒന്നുമില്ല. എന്നാലും നല്ല വലിപ്പമുള്ള 2 കഷ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 അല്ല കേട്ടോ ഗൈസ്, ഇത് 3 എണ്ണം. 1 2 ഇത് ഈ വലിപ്പമുള്ള 3 കഷ്ണം കിട്ടിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ റൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പിടിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. കൊള്ളാം. സാലഡ് കണ്ട് നോക്കാം. സൂപ്പറാണ്. സാലഡ് അടിപൊളിയാണ് കേട്ടോ. ഇനി നമുക്ക് കഷ്ണം ഒന്ന് കഴിച്ചു നോക്കാം. കഷ്ണം എന്തേ നല്ല റോസാപ്പൂ പോലുള്ള കഷ്ണമാണ്. കൊള്ളാം കഴിച്ചു. സോഫ്റ്റ് ഒന്നുമല്ല, നല്ല ടൈറ്റാണ്. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷം കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. നല്ല രസമുണ്ട്, ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം. അപ്പോൾ ഗൈസ് ഒരുവിധം ഞാൻ കഴിച്ച് തീർത്തിട്ടുണ്ട്. കഴിച്ച് തീർത്തെന്നല്ല, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇതുപോലത്തെ വലിയ 3 കഷ്ണം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ലാസ്റ്റത്തെ കഷ്ണമാണ്. 3 അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട്, ക്വാളിറ്റിയും ഉണ്ടായിരുന്നു. നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കച്ചമ്പറാണെന്നുണ്ടെങ്കിലും നല്ല ഫ്രഷ് സാധനമായിരുന്നു. പിന്നെന്താ പറയുക, നല്ല ഫുഡാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അൽത്താം എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മളിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബീഫ് ബിരിയാണി ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക, നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക. ഞാൻ ഇതൊന്ന് തീർക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.